പഠന നിലവാരത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രതിഭകൾക്ക് ആദരവുമായി കൊച്ചി നഗരസഭ 21-ാം ഡിവിഷൻ കൗൺസിലർ CR സുധീറിന്റെ നേതൃത്വത്തിൽ ഡിവിഷനിലെ 10+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവാർഡുകൾ നൽകിയത്. പ്രതിഭാ സായാഹ്നം 2025 ഉദ്ഘാടനം കൊച്ചി MLA KJ മാക്സി നിർവഹിച്ചു. കൊച്ചി നഗരസഭ 21-ാം ഡിവിഷനിൽ നിന്ന് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി സംഘടിപ്പിച്ച പ്രതിഭാ സായാഹ്നം 2025 കൊച്ചി MLA KJ മാക്സി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ആവറേജ് വിദ്യാഭ്യാസത്തിന് മുമ്പിലായിരുന്നു. പക്ഷേ ഹയർ സ്റ്റഡീസിൽ ഉന്നത മേഖലയിലേക്ക് വളരെ കുറച്ച് പേര് മാത്രമാണ് കേരളത്തിൽ നിന്ന് വരുന്നത്. എന്നാൽ ആവറേജ് വിദ്യാഭ്യാസത്തിൽ നമ്മൾ മുമ്പിലുമായി. നമ്മുടെ മറ്റു പല സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ അവിടെയൊക്കെയാണ് ഒരുപാട് പേര് ഉന്നത മേഖലയിലേക്ക് കടന്നു വന്നത്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസം അടിസ്ഥാനപരമായി നമ്മൾ നന്നായി മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് നമ്മളെ എല്ലാ മേഖലയിലും മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാൻ സംസ്ഥാനമായ വിദ്യാഭ്യാസ മേഖലയിൽ നാം മാറിക്കഴിഞ്ഞു. കൗൺസിലർ CR സുധീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം ഇത്തരത്തിൽ വളരെ ആത്മാർത്ഥമായി തങ്ങളുടെ പഠന മേഖലയിൽ ഇടപെടുകയും രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും എല്ലാം ആഗ്രഹങ്ങൾക്കനുസരിച്ച് പഠിച്ച് വിജയിച്ച് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉയരങ്ങൾ കയറി അവർ മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിൻ്റെ ഒരു പ്രോത്സാഹനം എന്ന നിലയിലാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ അവാർഡുകൾ എല്ലാ ഡിവിഷനുകളിലും പ്രത്യേകിച്ച് നഗരസഭ തന്നെ മുൻകൈയെടുത്ത് നമ്മുടെ നഗരസഭ പരിധിക്കുള്ളിൽ നിൽക്കുന്ന ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ കായികകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ എല്ലാം നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡെപ്യൂട്ടി മേയർ KA അൻസിയ, കുമ്പളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗം PA പീറ്റർ, വിദ്യാഭ്യാസ കായികകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS ശ്രീജിത്ത് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കേരളത്തിലെ സാധാരണക്കാരായ ഏതാണ്ട് 3000-ഓളം വരുന്ന ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ അവരുടെ രക്തം വിയർപ്പാക്കി ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങളും സാധാരണ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നവരാണ്. ഇവിടെ നമുക്കറിയാം, കോവിഡ് മഹാമാരി പ്രളയവുമൊക്കെ വന്നപ്പോൾ ഇവിടുത്തെ വലിയ കമ്പനികൾ, കുത്തക കമ്പനികൾ നമ്മളെ മക്കൾക്ക് പഠിക്കാൻ ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് പോലും ആവശ്യപ്പെട്ടിട്ട് മാറി നിന്നപ്പോൾ അതിനെ ചങ്കൂറ്റത്തോടെ ഏറ്റെടുത്തുകൊണ്ട് 10,000 വരുന്ന കണക്കൊണ്ട് ഞങ്ങളറിയാം 10,000-ത്തിലധികം വരുന്ന സാധാരണക്കാരുടെ വീടുകളിലേക്ക് ഇന്റർനെറ്റ് എത്തിച്ച് വിദ്യാഭ്യാസ കാര്യത്തിന് സഹായം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. കാരണം ഞങ്ങൾക്കറിയാം, സാധാരണക്കാരെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക അല്ലേ നമുക്ക് പ്രഥമമായി വേണം. അതാണ് പണ്ടുള്ളത്. നമ്മുടെ കയ്യിൽ എന്തും ആർക്കും പിടിച്ചു പറിച്ചുകൊണ്ട് പോവുക, ആർക്കും കട്ടെടുക്കാൻ കഴിയും. പക്ഷേ വിദ്യാഭ്യാസം, നാം നേടിയ വിദ്യാഭ്യാസം ആർക്കും നമ്മളിൽ നിന്നും കവർന്നു കൊണ്ടുപോകാൻ കഴിയില്ല. അതിലൂടെ നമുക്ക് വളർന്നു വരുവാൻ കഴിയും. PMSC ബാങ്ക് പ്രസിഡന്റ് KP ശെൽവൻ, കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KN സുനിൽകുമാർ, DYFI ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി KC അരുൺകുമാർ, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് PS വിജു, PR രചന, അശ്വതി വത്സൻ, സോണി K ഫ്രാൻസിസ്, രഞ്ജിത്ത് മാസ്റ്റർ, ADS ചെയർപേഴ്സൺ സുധാ പ്രസാദ്, സംഘാടക സമിതി ചെയർമാൻ KA ബിനീഷ്, കൺവീനർ മിഥുൻ പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. കൗമാരക്കാരും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ ആത്മ യെല്ലോ ക്ലൗഡ് ചെയർപേഴ്സൺ ഡയറക്ടർ ഡോക്ടർ സിജിയ ബിനു മോട്ടിവേഷണൽ ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആരും വീണുപോകും. ദ സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി, കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ.